ഹായ്, ഏവർക്കും കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ 11ാം ഭാഗത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പരീക്ഷയൊക്കെ വളരെ അടുത്തെത്തിയിട്ടുണ്ടാവും. ഒത്തിരി പേര് വീണ്ടും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒത്തിരി പേര് കൂടുതലായി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യുന്നവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടുക. എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് പലരും ചെയ്തത്. താങ്ക് യു വെരി മച്ച്. ഈ എപ്പിസോഡിൽ കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ ആർട്ടിക്കിൾ 120 മുതലുള്ള ഭാഗങ്ങളാണ് നോക്കുന്നത്. ആർട്ടിക്കിൾ നമ്പർ 120. പുസ്തകത്തിൽ ഫിനാൻഷ്യൽ കോഡ് വോളിയം ഫസ്റ്റ് പുസ്തകം എടുക്കുക, ആർട്ടിക്കിൾ 120 എടുക്കുക. അതിൽ പ്രധാന ആർട്ടിക്കിൾ 120 പറയുന്നത് സ്റ്റോറുകളെ കുറിച്ചാണ്. സ്റ്റോർ, അതായത് സ്റ്റോറുകൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ആവശ്യത്തിനും പൊതുജനങ്ങളുടെ ആവശ്യത്തിനുമായിട്ട് ഒത്തിരിയേറെ സാധനങ്ങൾ സ്റ്റോറുകളിൽ വാങ്ങാറുണ്ട്. അതിൽ സ്റ്റോറിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് പെട്രോള്, കൽക്കരി. പെട്രോൾ എന്ന് പറയുമ്പോൾ ഇന്ധനമാണ് ഉദ്ദേശിച്ചത്. ഇന്ധനങ്ങളൊന്നും തന്നെ ഈ സ്റ്റോറുകളിൽ സൂക്ഷിക്കാൻ പാടില്ല. അതുപോലെ കൽക്കരി സൂക്ഷിക്കാൻ പാടില്ല. ആഹാര സാധനങ്ങൾ ഇതൊന്നും തന്നെ സ്റ്റോറിൻ്റെ ആവശ്യങ്ങൾക്ക് സ്റ്റോറിൽ സൂക്ഷിക്കാൻ പാടില്ല. മറ്റുള്ള സാധനങ്ങളെല്ലാം തന്നെ സ്റ്റോറിൽ സൂക്ഷിക്കാം എന്നാണ് ആർട്ടിക്കിൾ 120 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 120 നിന്ന് പരീക്ഷയ്ക്ക് 2 ചോദ്യങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ള പരീക്ഷകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇതുവരെ എന്ന് പറയുമ്പോൾ 2013 മുതൽ 12-13 തുടങ്ങിയ പരീക്ഷയിൽ ആകെ 2 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതിൽ നിന്ന് വന്ന ചോദ്യം എന്ന് പറഞ്ഞിപ്പോൾ പ്രാവശ്യം വന്നുകൂടാന്നൊന്നുമില്ല. ദ ടേം സ്റ്റോഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡാഷ്. ദ ടേം സ്റ്റോഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡാഷ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സാധനങ്ങൾ ഫർണിച്ചർ, ബുക്സ്, ഫ്യൂവൽ, നൺ ഓഫ് ദി എബോവ്. ഈ 3 സാധനങ്ങളാണ്: ഫർണിച്ചർ, ബുക്സ്, ഫ്യൂവൽ, നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ദ ടേം സ്റ്റോഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫ്യൂവൽ. ഫ്യൂവലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ഫർണിച്ചറിനെ ഇൻക്ലൂഡ് ചെയ്യാം, ബുക്സിനെ ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷെ ഫ്യൂവലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ഈസ് കവേർഡ് ബൈ ദി ടേം സ്റ്റോഴ്സ് ആസ് ഡിഫൈൻഡ് ഇൻ ദി കോഡ്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ഈസ് കവേർഡ് ബൈ ദ ടേം സ്റ്റോഴ്സ് ആസ് ഡിഫൈൻഡ് ഇൻ ദ കോഡ്? 4 ഓപ്ഷനിലായിട്ട് തന്നിരിക്കുന്നത് ഫ്യൂവൽ, ഡയറ്ററി പ്രോഡക്ട്സ്, ചാർക്കോൾ, ഫർണിച്ചർ. ഇതിൽ സ്റ്റോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് ഏതാണ്? ഫർണിച്ചർ മാത്രമേ ഉള്ളൂ. ബാക്കി ഫ്യൂവല്, ഡയറ്ററി പ്രോഡക്ട്സ്, ചാർക്കോൾ ഇതൊന്നും തന്നെ സ്റ്റോറിൽ ഉൾപ്പെടില്ല. ശ്രദ്ധയോടെ ഓർക്കുക, സ്റ്റോറിൽ ഉൾപ്പെടാത്ത സാധനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ, ഡയറ്ററി പ്രോഡക്ട്സ്, ചാർക്കോൾ. ഇത് 3 സ്റ്റോഴ്സിൽ ഉൾപ്പെട്ടു വരില്ല. അടുത്ത ആർട്ടിക്കിൾ 122 ഫോർകോസ്റ്റ് ഓഫ് റിക്വയർമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫോർകോസ്റ്റ് ഓഫ് റിക്വയർമെന്റ്സിനെ കുറിച്ച് 122 അതിലൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു. ആകെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൂ. ആ ചോദ്യം ഇതായിരുന്നു: എ ഗവൺമെന്റ് സർവന്റ് ഹു ഹാസ് ടു പർച്ചേസ് സ്റ്റോഴ്സ് ഫോർ ദി പബ്ലിക് സർവീസ് ഷുഡ് പ്രിപ്പയർ ഇൻ ഫോം 13. ശരി, കൂടെ എ ഗവൺമെന്റ് സർവന്റ് ഹു ഹാസ് ടു പർച്ചേസ് സ്റ്റോഴ്സ് ഫോർ ദി പബ്ലിക് സർവീസ് ഷുഡ് പ്രിപ്പയർ ഇൻ ഫോം 13. Answer: an annual intent of stores. A government servant who has to purchase stores for the public service should prepare in Form 13 an annual intent of stores. Annual intent of stores ഏത് ഫോമിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഫോം നമ്പർ 13 അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അടുത്ത് ഇൻഡന്റിനെ കുറിച്ച്, ഇൻഡന്റ് തയ്യാറാക്കി പ്രിപ്പറേഷൻ ഓഫ് ഇൻഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ നമ്പർ 123 പ്രിപ്പറേഷൻ ഓഫ് ഇൻഡന്റ്.
Article number 123. When should each department assess its requirements of stores and equipments required for the next financial year? When should each department assess its requirements of stores and equipments required for the next financial year? Answer: at the end of each financial year. അടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്തൊക്കെ സാധനം വാങ്ങണമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും അവസാനമാണ്. അതായത് 2020-21 വർഷത്തിൽ ഏതൊക്കെ സാധനം വാങ്ങണമെന്നുള്ളത് 2019-20 അവസാനത്തിൽ തീരുമാനിക്കും. 2021-22 എന്തൊക്കെ സാധനം വാങ്ങണമെന്നുള്ളത് 2020-21 അവസാനം തീരുമാനിക്കും. അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നമ്പർ 126 ആണ്. ആർട്ടിക്കിൾ നമ്പർ 126. ആർട്ടിക്കിൾ നമ്പർ 126 പറയുന്നത് ടെൻഡർ സിസ്റ്റത്തെക്കുറിച്ചാണ്. ടെൻഡർ സംവിധാനം. ഈ ടെൻഡർ 3 തരത്തിലാണ് ഉള്ളത്. അതായത് ഓപ്പൺ ടെൻഡർ, ലിമിറ്റഡ് ടെൻഡർ, സിംഗിൾ ടെൻഡർ ഓർ പ്രൈവറ്റ് ടെൻഡർ. ടെൻഡറുകൾ 3 തരത്തിലുണ്ട്. ഓപ്പൺ ടെൻഡർ, ലിമിറ്റഡ് ടെൻഡർ, സിംഗിൾ ടെൻഡർ. ഈ ഓപ്പൺ ടെൻഡർ എന്ന് പറയുന്നത് 1,00,000 കൂടിയ പർച്ചേസുകൾക്കാണ് ഓപ്പൺ ടെൻഡർ കൊടുക്കുന്നത്. അത് പബ്ലിസിറ്റി ഉണ്ടാവണം, കൊട്ടേഷൻ സ്വീകരിക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി ഘടകങ്ങൾ അതിൽ ഓപ്പൺ ടെൻഡറിലുണ്ട്. അടുത്ത് ലിമിറ്റഡ് ടെൻഡറാണ്. അത് 1,00,000 രൂപയിൽ കുറഞ്ഞ ടെൻഡറുകളാണ്. അതിൽ ഒരിക്കലും നഷ്ടം വരാൻ പാടില്ല, അനാവശ്യ ചെലവുകളാകാൻ പാടില്ല ലിമിറ്റഡ് ടെൻഡർ. പക്ഷേ പബ്ലിസിറ്റിയോ കൊട്ടേഷനോ ഒന്നും സ്വീകരിക്കേണ്ട കാര്യം ലിമിറ്റഡ് ടെൻഡറിനെ സംബന്ധിച്ച് ഇല്ല. അടുത്ത സിംഗിൾ ടെൻഡർ. ഇതിന് യാതൊരു മത്സരങ്ങളുടെ ആവശ്യമില്ല. 250 രൂപയിൽ കുറഞ്ഞ 500 രൂപയിൽ കൂടാനും പാടില്ല. ഒരു 500 രൂപയ്ക്കകത്തുള്ള സാധനങ്ങൾ വാങ്ങുന്ന അത്യാവശ്യ സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങുന്നതിന് ആരുടെയും സാങ്ഷനോ വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിന് പറയുന്നതാണ് സിംഗിൾ ടെൻഡർ. അപ്പോൾ ഈ ടെൻഡർ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആർട്ടിക്കിൾ 126 നോക്കണം. ആർട്ടിക്കിൾ നമ്പർ 126 ഈ ടെൻഡർ സിസ്റ്റത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളത്. അപ്പോൾ ടെൻഡർ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ളവർ ആർട്ടിക്കിൾ നമ്പർ 126 നോക്കണം. ഏകദേശം ഒരു ധാരണ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. 126 നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫിനാൻഷ്യൽ കോഡ് എന്ന് പറയുന്നത് ആ പേപ്പർ എന്ന് പറയുന്നത് 3 വിത്ത് ബുക്കുകളാണ്. അതായത് ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബജറ്റ് മാനുവൽ. അപ്പോൾ ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 നിന്ന് 50-നും 60-നും ഇടയ്ക്ക് മാർക്കിന് വരും. ഫിനാൻഷ്യൽ കോഡ് 2 ഒരു 5 മാർക്കിനും 10 മാർക്കിനും ഇടയ്ക്ക് വരും. ബാക്കി ഒരു 25 മാർക്ക് 30 മാർക്കിന് ബജറ്റ് മാനുവൽ, അല്ലെങ്കിൽ 35 മാർക്കിന് ബജറ്റ് മാനുവൽ വരും. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു സംഭവമാണ്, നമ്മൾ കൃഷിക്കാരായിട്ടുള്ള തലമുറയിൽ വന്ന ഒരു വിഭാഗങ്ങളായിരിക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അല്ലെങ്കിൽ വായിച്ചെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ആട് വളർത്തുന്ന ആടിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ആട് പോകുന്ന വഴിക്കുള്ള എല്ലാം കടിച്ച് പോകും. പക്ഷേ അതിൻ്റെ വയറ് നിറയണമെന്നില്ല. പക്ഷേ നിങ്ങൾ പോത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിടത്ത് നിന്ന് ആ ഭാഗം വൃത്തിയായി തിന്ന് തീർത്തതിന് ശേഷമേ അടുത്ത ഭാഗത്തേക്ക് പോകും. ആ പോത്തിൻ്റെ വയറ് പെട്ടെന്ന് നിറയുകയും ചെയ്യും, അത് പെട്ടെന്ന് വലുതാകുകയും ചെയ്യും. ആട് എത്ര തിന്നാലും ഇങ്ങനെ ഓടി നടന്ന് തിന്നുന്നതല്ല. അതിപ്പോൾ ഒരു പ്ലാവിൻ്റെ കൊത്ത് കൊണ്ടുവച്ചാൽ പ്ലാവില കൊണ്ടുവച്ചാലും അത് 2-3 പ്ലാവില കടിക്കും, ബാക്കി പ്ലാവില മിച്ചമിട്ടിരിക്കും. വണ്ണം വയ്ക്കുന്നത് അത്രയൊക്കെ ഉള്ളൂ. അതുപോലെ നിങ്ങൾ പഠിക്കുന്നതും കാട് കയറി പഠിക്കാൻ പോകരുത്. ഇപ്പോൾ ഫിനാൻഷ്യൽ കോഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ എഴുതണമെന്നുണ്ടെങ്കിൽ അയ്യോ 3 പുസ്തകമുണ്ട്, ഇതെന്ന് പഠിച്ച് തീരും, എന്നെക്കൊണ്ട് ഇതെല്ലാം കൂടെ എപ്പോൾ പഠിച്ച് തീർക്കാൻ പറ്റും, ഞാൻ ഇതെങ്ങനെ പഠിച്ച് തീർക്കും, അയ്യോ എനിക്ക് വീട്ടുകാര്യമുണ്ട്, മക്കളുടെ കാര്യമുണ്ട്, ഭർത്താവിൻ്റെ കാര്യമുണ്ട്, ഭാര്യയുടെ കാര്യമുണ്ട്, അമ്മയുടെ കാര്യമുണ്ട്, അമ്മൂമ്മയുടെ കാര്യമുണ്ട്, അമ്മായിയുടെ കാര്യമുണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ എപ്പോൾ തീർക്കും ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരാനേ പാടില്ല. നിങ്ങൾ പഠിക്കുന്നത് നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഇപ്പോൾ ഫിനാൻഷ്യൽ കോഡ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പുസ്തകം ഞാൻ ഈ പറയുന്ന പുസ്തകം മൊത്തം വായിക്കാൻ നിൽക്കണ്ട, ഞാൻ ഈ പറയുന്ന ആർട്ടിക്കിളുകൾ മാത്രം ബൈഹാർട്ടാക്കുക. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പരീക്ഷ പേപ്പർ കാണുമ്പോൾ 100 ചോദ്യമുണ്ട്, അയ്യോ ഇതെല്ലാം എനിക്കറിയാം,
ഇതെല്ലാം അറ്റൻഡ് ചെയ്യാതെ പോയാൽ എങ്ങനെ പറ്റിപ്പോവും എന്ന് പറഞ്ഞ് നിങ്ങൾ 100 മാർക്കിന് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 90 മാർക്കിന് അറ്റൻഡ് ചെയ്യുന്നു. ഒരിക്കലും അത് ചെയ്യരുത്. ചെയ്താൽ പരീക്ഷയ്ക്ക് തോറ്റുപോകും. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ഒരു 45 അല്ലെങ്കിൽ 50 മാർക്ക് അതിന് കണക്കാക്കിയുള്ളത് മാത്രം ആൻസർ ചെയ്താൽ മതി. അത് വളരെ പെർഫെക്റ്റ് എന്ന് വിചാരിക്കുന്ന, പെർഫെക്റ്റ് എന്ന് പറയുന്ന ആൻസറുകൾ മാത്രം പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി, കാണാതെ പഠിച്ചത് മാത്രം നോക്കണ്ട, പുസ്തകത്തിൽ നിന്ന് കൂടെ അത് വെരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം അത് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് കൃത്യമായി ജയിച്ചിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 126 വീണ്ടും പോകാം. ആർട്ടിക്കിൾ നമ്പർ 126 എല്ലാവരും എടുത്ത് കാണും, പകുതി വായിച്ചിരിക്കും, കുറേ പേരൊക്കെ വായിച്ചിരിക്കും എന്നുള്ള എൻ്റെ വിശ്വാസമുണ്ട്. അപ്പോൾ ആ 126 അതിൽ വന്ന ചോദ്യങ്ങളിലേക്ക് നോക്കാം. ടെൻഡേഴ്സ് ഷുഡ് ബി ഒബ്റ്റൈൻഡ് ബൈ ഡാഷ്. ടെൻഡേഴ്സ് ഷുഡ് ബി ഒബ്റ്റൈൻഡ് ബൈ ഓപ്പൺ ടെൻഡർ, ലിമിറ്റഡ് ടെൻഡർ, സിംഗിൾ ടെൻഡർ. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസും അത് തന്നെയാണ്. 3 തരം ടെൻഡേഴ്സ് ഉണ്ട്: ഓപ്പൺ ടെൻഡർ, സിംഗിൾ ടെൻഡർ, ലിമിറ്റഡ് ടെൻഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സിസ്റ്റം ഓഫ് ടെൻഡർ ടു ബി അഡോപ്റ്റഡ് when the articles are of a proprietary character. That's very good. The system of tender to be adopted when the articles are of a proprietary character. Single tender. Answer: single tender. The system of a tender to be adopted when the estimated value to the contract is rupees 1 lakh or more. 1 lakh, 10 lakh. The system of tenders to be adopted when the estimated value to the contract is rupees 10 lakh or more. Answer: open tender. 10 ലക്ഷത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഓപ്പൺ ടെൻഡർ ആയിട്ട് പരിഗണിക്കും. അടുത്ത ചോദ്യം. Of the various tender systems, the most commonly adopted system as a general rule is dash. Of the various tender systems, the most commonly adopted system as a general rule is open tender. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പോൾ നിയമം അനുസരിച്ച് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടെൻഡർ ഏതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ടെൻഡർ എന്ന്. ഓപ്പൺ ടെൻഡർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ടെൻഡറിനെയാണ് ഓപ്പൺ ടെൻഡർ ആയിട്ട് എടുക്കുന്നത്. ഞാൻ നേരത്തെ 1 ലക്ഷം എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു, അത് തെറ്റാണ്. 10 ലക്ഷം അതിൽ മുകളിലോട്ട് വരുന്ന എമൗണ്ടിനെയാണ് ഓപ്പൺ ടെൻഡറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, അടുത്ത ചോദ്യം. ഓഫ് ദി വേരിയസ് ടെൻഡർ സിസ്റ്റംസ്, ദി മോസ്റ്റ് കോമൺലി അഡോപ്റ്റഡ് സിസ്റ്റം ആസ് എ ജനറൽ റൂൾ ഈസ് ഡാഷ്. ഓപ്പൺ ടെൻഡർ. നേരത്തെ അതേ ചോദ്യം തന്നെയാണ്, വേറെ രീതി വന്നു എന്നുള്ളതേ ഉള്ളൂ. Of the various tender systems, the most commonly adopted system as a general rule is open tender. അടുത്ത ചോദ്യം. How should a purchasing officer obtaining stores? How should a purchasing officer obtain stores? By calling for tenders. ടെൻഡറുകൾ ക്ഷണിച്ചിട്ടാണ്. How should a purchasing officer obtain stores? By calling for tenders. അടുത്ത ചോദ്യം. In which publication tender notice which requires publicity at all India level may be published in addition to government gazette? ഇവിടെ in which publication tender notices which requires publicity at all India level may be published in addition to government gazette. ഇന്ത്യൻ ട്രേഡ് ജേണൽ കൊൽക്കത്ത. ഗവൺമെൻറ് ഗസറ്റിന് പുറമേ കൊടുക്കേണ്ടത് ഏതിലാണ്? ഇന്ത്യൻ ട്രേഡ് ജേണൽ കൊൽക്കത്തയിലാണ് കൊടുക്കേണ്ടത്. In which publication tender notices which requires publicity at all India level may be published in addition to government gazette. ഇന്ത്യൻ ട്രേഡ് ജേണൽ കൊൽക്കത്ത. നെക്സ്റ്റ് ചോദ്യം. For petty purchase, which of the following procedures should be adopted? For petty purchases, which of the following procedures should be adopted? 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. കൊട്ടേഷൻ, ലിമിറ്റഡ് ടെൻഡർ, ഓപ്പൺ ടെൻഡർ, സിംഗിൾ ടെൻഡർ. ഇതിൽ ഏതിലാണ് പെറ്റി പർച്ചേസിന് വേണ്ടി ഉപയോഗിക്കുന്നത്?
ഫോർ പെറ്റി പർച്ചേസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൊസീജിയർ ഷുഡ് ബി അഡോപ്റ്റഡ്? ആൻസർ കൊട്ടേഷൻ. പെറ്റി പർച്ചേസിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊട്ടേഷനുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. ഇൻവിറ്റേഷൻ ഓഫ് ടെൻഡർ ബൈ പബ്ലിക് അഡ്വർടൈസ്മെന്റ് ഈസ് കോൾഡ് ഡാഷ്. ഇൻവിറ്റേഷൻ ഓഫ് ടെൻഡർ ബൈ പബ്ലിക് അഡ്വർടൈസ്മെന്റ് ഈസ് കോൾഡ് ഡാഷ്. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓപ്പൺ ടെൻഡർ. പബ്ലിക് അഡ്വർടൈസ്മെന്റ് പ്രകാരം ടെൻഡർ സ്വീകരിക്കുന്നതിന് എന്താണ് പേര് പറയുന്നത്? ഓപ്പൺ ടെൻഡർ എന്നാണ് പറയുന്നത്. ഓപ്പൺ ടെൻഡറിന് പബ്ലിക് അഡ്വർടൈസ്മെന്റ് വേണം. ഓപ്പൺ ടെൻഡർ ഇപ്പോൾ എത്ര രൂപയ്ക്ക് മുകളിലാണ് വരുന്നത്? 10 lakhന് എബവ് വരെയാണെന്നുണ്ടെങ്കിലാണ് ഓപ്പൺ ടെൻഡറായിട്ട് വരുന്നത്. അടുത്ത്, സിംഗിൾ ടെൻഡർ സിസ്റ്റം മേ ബി അഡോപ്റ്റഡ് ഡാഷ്. സിംഗിൾ ടെൻഡർ സിസ്റ്റം മേ ബി അഡോപ്റ്റഡ് ഡാഷ് when the purchasing officer realized that competition is not advantageous. ഈ സെന്റൻസ് അതുപോലെ പുസ്തകത്തിലുണ്ട്. സിംഗിൾ ടെൻഡർ സിസ്റ്റം മേ ബി അഡോപ്റ്റഡ് when the purchasing officer realized that competition is not advantageous. അടുത്ത ചോദ്യം. In the case purchase of heavy machinery, imported goods, the tender notices may be published in dash in addition to government gazette. ഗവൺമെന്റ് ഗസറ്റിന് പുറമെ പബ്ലിക് അഡ്വർടൈസ്മെന്റ് എവിടെയാണ് കൊടുക്കുന്നത്? ക്വസ്റ്റ്യൻ കൂടെ. ഇൻ ദി കേസ് പർച്ചേസ് ഓഫ് ഹെവി മെഷീനറി ഇമ്പോർട്ടഡ് ഗുഡ്സ് ദി ടെൻഡർ നോട്ടീസസ് മേ ബി പബ്ലിഷ്ഡ് ഇൻ ഡാഷ് ഇൻ അഡീഷൻ ടു ഗവൺമെന്റ് ഗസറ്റ്. ഇന്ത്യൻ ട്രേഡ് ജേണലിൽ കൂടെ ഗവൺമെന്റ് ഗസറ്റിന് പുറമെ കൊടുക്കണം. ഏത് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി? ഹെവി മെഷീനറി, പിന്നെ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇതിന് ഹെവി മെഷീനറിക്കും ഇമ്പോർട്ടഡ് ഗുഡ്സിനും ഗവൺമെന്റ് ഗസറ്റിൽ കൊടുക്കുന്നതിന് മുമ്പ് പുറമെ ഇന്ത്യൻ ട്രേഡ് ജേണലിലും കൊടുക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത് ആർട്ടിക്കിൾ 127. ആർട്ടിക്കിൾ 127 പർച്ചേസ് ഫ്രം ഗവൺമെന്റ് സോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. പർച്ചേസ് ഫ്രം ഗവൺമെന്റ് സോഴ്സസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 127 പറയുന്നത്. അതിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഹൗ ലോങ് പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ ബി പർച്ചേസ്ഡ് വിത്തൗട്ട് ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്? ക്വസ്റ്റ്യനിൽ കൂടെ ഹൗ ലോങ് പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ state public sector be purchased without inviting tenders? Answer 5 years. 5 years. ആർട്ടിക്കിൾ 128 ആർട്ടിക്കിൾ 128 നിങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആർട്ടിക്കിൾ 128 പർച്ചേസ് ഓഫ് ഫർണിച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പർച്ചേസ് ഓഫ് ഫർണിച്ചറിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 128 പറയുന്നത്. പർച്ചേസ് ഓഫ് ഫർണിച്ചറാണ് ആർട്ടിക്കിൾ 128. അതിലൊരു ചോദ്യം എങ്ങനെയാണ് വന്നിരുന്നത്? പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഫോർ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഷാൽ ബി റെഗുലേറ്റഡ് ബൈ ദി പ്രൊവിഷൻ കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ ഡാഷ്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഫോർ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഷാൽ ബി റെഗുലേറ്റഡ് ബൈ ദി പ്രൊവിഷൻ കണ്ടെയ്ൻഡ് ഇൻ ഡാഷ്. ആർട്ടിക്കിൾ 128 ഓഫ് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1. ആർട്ടിക്കിൾ 128 പർച്ചേസ് ഓഫ് ഫർണിച്ചറിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 129. ആർട്ടിക്കിൾ നമ്പർ 129. 129 അതിൽ വന്ന ഒരു ചോദ്യം ഇതായിരുന്നു. ഇതേ സെന്റൻസ് അതുപോലെ ആർട്ടിക്കിൾ 129 അത് ഇങ്ങനെയായിരുന്നു ചോദ്യം: ഫോർ ദി റിമൂവൽ ഓഫ് സർപ്ലസ് സ്റ്റോഴ്സ് അവൈലബിൾ ഇൻ എ ഡിപ്പാർട്ട്മെന്റ് ദി സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഡാഷ്. ഫോർ ദി റിമൂവൽ ഓഫ് സർപ്ലസ് സ്റ്റോഴ്സ് അവൈലബിൾ ഇൻ എ ഡിപ്പാർട്ട്മെന്റ് the steps to be taken as dash. The department head should inform other department heads the list of such surplus articles available. Very good. For the removal of surplus stores available in a department, the steps to be taken by the department head should inform other department heads the list of such surplus articles available. ഈ സെന്റൻസ് അതുപോലെയുണ്ട്. അത് മാർക്ക് ചെയ്ത് ഇട്ടേക്കാം.
അടുത്ത് ആർട്ടിക്കിൾ 130 ഫോം ഓഫ് ടെൻഡേഴ്സിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 130 പറയുന്നത്. ടെൻഡർ ഫോമുകളെ കുറിച്ച് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആർട്ടിക്കിൾ 130 ആണ് എടുക്കേണ്ടത്. ദി കോസ്റ്റ് ഓഫ് ടെൻഡർ ഫോംസ് മേ ബി അക്സെപ്റ്റഡ് ഡാഷ് ആസ് പെർ ആർട്ടിക്കിൾ 130E KFC വോളിയം 130E. പുസ്തകത്തിൽ 130E എടുക്കണം. 130E. ദി കോസ്റ്റ് ഓഫ് ടെൻഡർ ഫോംസ് മേ ബി അക്സെപ്റ്റഡ് ഇൻ ക്യാഷ്. ടെൻഡർ ഫോംസിന്റെ പൈസ കോസ്റ്റ് ചെലവ് ക്യാഷ് ആയിട്ട് വാങ്ങാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ടെൻഡർ ഫോംസിന്റെ കോസ്റ്റ് ക്യാഷ് ആയിട്ട് വാങ്ങാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 130E കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1. വളരെ ഇത് ഈ സെന്റൻസ് പല രീതിയിൽ പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ട് 5 പരീക്ഷകൾക്ക് ഇതേ ചോദ്യം ഈ സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വന്നിട്ടേ ഉള്ളൂ. മനസ്സിലാക്കുക. ദി കോസ്റ്റ് ഓഫ് ടെൻഡർ ഫോംസ് മേ ബി അക്സെപ്റ്റഡ് ഇൻ ക്യാഷ് ആസ് പെർ ആർട്ടിക്കിൾ 130E KFC വോളിയം 1. അപ്പോൾ ആർട്ടിക്കിൾ 130 വരെയുള്ള ഫിനാൻഷ്യൽ കോഡിൻ്റെ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്, അവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാനലിൻ്റെ ലിങ്ക്, അതായത് നീലക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ആ ചാനലിൻ്റെ ലിങ്കിലാണ് നിങ്ങൾ ടച്ച് ചെയ്ത് കാണേണ്ടത്. ആ ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണും. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ തൊടുക. സബ്സ്ക്രൈബ് ബട്ടണിൽ തൊടുമ്പോൾ സബ്സ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ചുവപ്പ് അക്ഷരം നീലാക്ഷരമായി മാറുന്നതാണ്. അങ്ങനെ നീലാക്ഷരമായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ ചാനലുകളും, അതായത് ട്രഷറി കോഡിൻ്റെ ക്ലാസ് ഉണ്ട്, തുടർന്ന് ഫിനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ് ഉണ്ട്, ഇനിയും അതുപോലെ മറ്റുള്ള ക്ലാസ്സുകൾ KSR KER തുടങ്ങിയ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൻ്റെ എല്ലാം ഈ ചാനലിൽ കൂടെ ക്ലാസ്സുകൾ വരും. എൻ്റെ പേര് അലക്സ് ബോസ്കോ എന്നാണ്. ഞാൻ 1999 മുതൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ KSR KER തുടങ്ങിയവയുടെ ഓൺലൈൻ ഇൻട്രാക്ഷൻ ക്ലാസ്സുകൾ നടത്തി വരുന്നു. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.